ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ടുവരികയാണ്. നിഹാദിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ലഹരി സൂക്ഷിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്, പരാതി ഉയർന്നത്. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ടിപ്പോ എന്തായി? ഇതൊക്കെയാണ് ഈ സുഹൃത്തുക്കളുടെ ആരോപണം. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉയരുന്നുണ്ടോ? പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ളപാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. കലികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഉദിക്കൂ. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഈ സുഹൃത്തുക്കൾ, അതായത് തൊപ്പിയോടൊപ്പം താമസിക്കുകയും ഇത്തരത്തിൽ കണ്ടന്റുകൾ ഇടുന്നതിൽ തൊപ്പിയെ സഹായിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന ആ രണ്ട് ചെറുപ്പക്കാർ, അവരടക്കം ഇപ്പോഴത്തെ ജനറേഷന് ഒരുതരം അമേരിക്കൻ കൾച്ചറാണെന്ന്. അതിൽ ഇതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും എന്ന് അവർ പറയുന്നത് തൊപ്പിക്ക് ലഹരി തൊപ്പി ഉപയോഗിച്ചിരുന്നു, ആ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെൽഫിൽ നിന്ന്, തൊപ്പിയുടെ മുറിയിലേരെന്ന് പറഞ്ഞൊരു ഷെൽഫിൽ നിന്ന് ലഹരി വസ്തുക്കൾ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. ഒപ്പം മറ്റു ചില ആരോപണങ്ങൾ കൂടി തൊപ്പിക്കെതിരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. തൊപ്പി തങ്ങളെ ക്രൂരമായി ആക്രമിക്കുമായിരുന്നുവെന്നും മർദ്ദിച്ചിരുന്നുവെന്നും, അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. ക്യാമറയിൽ കാണാത്ത ഒരു രൂപം തൊപ്പിക്കുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ അടിമകളെ പോലെയാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കാണുന്നത്. ഈ ലൈവ് തീർന്നു കഴിഞ്ഞാൽ വളരെ അസഭ്യ വാക്കുകൾ കൊണ്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുക. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും, പിന്മാറും.